സൈലം ലേണിംഗ് നിങ്ങളുടെ സ്വന്തം മിഥുല മിസ് ആണ്. സോ നമ്മുടെ കെമിസ്ട്രിയിലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് നോമെൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം അല്ലെ. ഈ ചാപ്റ്റർ എന്ന് പറയുന്നത് ഒരുപാട് പുതിയ കാര്യങ്ങൾ നിങ്ങൾ പഠിക്കുന്നതാണ്. പലർക്കും ഡിഫിക്കൽട്ട് ആയിട്ട് തോന്നുന്ന ഒരു ചാപ്റ്റർ ആണ്. പക്ഷേ ഇഫ് യു ലേൺ ഇറ്റ് ഇൻ ദ റൈറ്റ് വേ, ഇത് നിങ്ങൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഏറ്റവും സിമ്പിൾ ചാപ്റ്റർ ആണ്. അപ്പൊ അതെങ്ങനെയാ മിസ്സേ ഏറ്റവും കറക്റ്റ് ആയിട്ട് എങ്ങനെയാ പഠിക്കുക? അതിനല്ലേ ഞാനുള്ളത്. അപ്പോ ഈ ഒരു വീഡിയോകളിലൂടെ നമ്മൾ 3 വീഡിയോകളിലായിട്ട് നമ്മുടെ കംപ്ലീറ്റ് ചാപ്റ്റർ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവുകയാണ്. സോ ആർ യു റെഡി? നിങ്ങൾ റെഡി ആണോ? റെഡി ആണെങ്കിൽ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ബ്രാഞ്ചുള്ള കോമ്പൗണ്ടുകൾക്ക് എങ്ങനെയാണ് നോമൻക്ലേച്ചർ കൊടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ആദ്യം തന്നെ 2 ബ്രാഞ്ചുകളാണ് നിങ്ങൾക്ക് ശരിക്കും വേണ്ടത്. എന്നാലും 3 ബ്രാഞ്ചുകളെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഒന്നാമതായിട്ട് നമ്മൾ പരിചയപ്പെടേണ്ട ബ്രാഞ്ചാണ് ഈ ഒരു CH3 ഗ്രൂപ്പ്. ഈ ഒരു CH3 ഗ്രൂപ്പിന്റെ പേരെന്താണെന്ന് എന്റെ കുട്ടികൾക്കറിയോ? ഇതിന്റെ പേരാണ് മീഥൈൽ ഗ്രൂപ്പ്. അപ്പൊ നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള ഒരു ഹൈഡ്രോ കാർബണിൽ ഈ ഒരു CH3 ഗ്രൂപ്പാണ് ഇങ്ങനെ ബ്രാഞ്ച് ആയിട്ട് ശാഖ പോലെ വരുന്നതെങ്കിൽ ഓർക്കുക, അത് മീഥൈൽ ഗ്രൂപ്പാണ്. ഇനി അടുത്തതായിട്ട് CH2 CH3 എന്ന് പറയാം, അതല്ലെങ്കിൽ C2H5 എന്ന് തരാം. 2 കാർബൺ ആറ്റം വരുന്ന ബ്രാഞ്ച്. ഈ ബ്രാഞ്ചിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് മക്കളെ ഈഥൈൽ ഗ്രൂപ്പ് കേട്ടോ. ഇനി 3 കാർബൺ വന്നാലോ? 3 കാർബൺ വന്നാൽ എങ്ങനെയാ വരിക? CH2 CH2 CH3 അല്ലെങ്കിൽ C3H7 എന്ന് പറയാം. ഇവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് പ്രൊപ്പൈൽ ഗ്രൂപ്പ് കേട്ടോ. മലയാളത്തിലും ഇംഗ്ലീഷിലും ഒരേ പേര്, അതുകൊണ്ട് മിസ് സെപ്പറേറ്റ് ആയിട്ട് മലയാളത്തിൽ എഴുതുന്നില്ല. അപ്പോൾ നമ്മൾ 9ാം ക്ലാസ്സിലൊക്കെ ഹൈഡ്രോ കാർബൺസിന് പേര് കൊടുക്കാനായിട്ട് ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ടായിരുന്നു അല്ലെ. അപ്പോൾ വേർഡ് റൂട്ടും കാര്യങ്ങളും കൃത്യമായിട്ട് ഓർത്തു വെക്കുക. അതായത് നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള ഹൈഡ്രോ കാർബണിൽ ഒരു കാർബൺ ആറ്റം ആണെങ്കിൽ കോമ്പൗണ്ടിന്റെ പേര് സ്റ്റാർട്ട് ചെയ്യേണ്ടത് മെത്ത് എന്ന് പറയുന്ന വേർഡ് റൂട്ടിൽ നിന്നാണ്. 2 കാർബൺ ആറ്റം ആണെങ്കിൽ എത്ത്, 3 കാർബൺ ആറ്റം ആണെങ്കിൽ പ്രൊപ്പ്, 4 കാർബൺ ആറ്റം ആണെങ്കിൽ ബ്യൂട്ട്, 5 കാർബൺ ആറ്റം ആണെങ്കിൽ പെന്റ്, 6 കാർബൺ ആറ്റം ആണെങ്കിൽ ഹെക്സ്, 7 കാർബൺ ആറ്റം ആണെങ്കിൽ ഹെപ്റ്റ്, 8 കാർബൺ ആറ്റം ആണെങ്കിൽ ഒക്ട്, 9 കാർബൺ ആറ്റം ആണെങ്കിൽ നൊണ്ണ്, 10 കാർബൺ ആറ്റം ആണെങ്കിൽ ഡെക്ക്. ഇങ്ങനെയാണ് വേർഡ് റൂട്ട് അഥവാ പദമൂലം വരുന്നത്. ഇത് ഓർത്ത് വെക്കുക. സോ എങ്ങനെയാണ് ഒരു ബ്രാഞ്ച് വരുന്ന ആൾക്കാർക്ക്, ഒരു ശാഖയുള്ള ആൽക്കീനുകൾക്ക് എങ്ങനെയാണ് പേര് കൊടുക്കുക എന്ന് നമുക്കൊന്ന് നോക്കിയാലോ. അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട ജോലി എന്താണെന്നറിയോ? ഒരു കോമ്പൗണ്ടിനെ നമ്മുടെ കയ്യിൽ തന്നിട്ടുണ്ട്, കണ്ടില്ലേ? ഈ ഒരു കോമ്പൗണ്ടിനെ നിങ്ങൾ കാണുന്നുണ്ടോ? ഈ ഒരു കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താ? സാധാരണ നമ്മൾ ഇങ്ങനെ സ്ട്രെയിറ്റ് ചെയിൻ ആയിട്ടുള്ള ആൾക്കാർക്ക് മാത്രമാണ് പേര് കൊടുക്കാൻ പഠിച്ചിട്ടുള്ളത് അല്ലെ. തെങ്ങ് പോലെ ഒറ്റത്തടി വൃക്ഷങ്ങൾക്ക്. ഇപ്പൊ നമ്മൾ മാവിന് പേര് കൊടുക്കാൻ പഠിക്കുന്നു. മാവ് എന്ന് പറഞ്ഞാൽ എന്താ? അതിന് ശിഖരങ്ങളുണ്ട്, ശാഖകളുണ്ട്. അതുപോലെ നമ്മുടെ ഹൈഡ്രോ കാർബണുകളും ചിലപ്പോൾ ഇങ്ങനെ പോകുന്ന വഴിയിൽ ട്വൈങ് എന്ന് പറഞ്ഞ് ഒരു ഗ്രൂപ്പ് പ്രത്യേകിച്ച് താഴേക്ക് ശാഖ പോലെ വരാറുണ്ട്. സോ ഇവരെങ്ങനെയാണ് പേര് കൊടുക്കുക എന്ന് നോക്കാം. അപ്പൊ നമ്മുടെ ഒന്നാമത്തെ ജോലി എന്ന് പറയുന്നത് മെയിൻ ചെയിനിനെ കണ്ടെത്തുക, പ്രധാന ചെയിനിനെ കണ്ടെത്തുക. എന്താണ് മെയിൻ ചെയിൻ? ഏറ്റവും കൂടുതൽ കാർബണാറ്റമുള്ള ആളായിരിക്കണം നമ്മുടെ മെയിൻ ചെയിൻ എന്ന് പറയുന്നത്. കുറവ് നമ്പർ കാർബണാറ്റമുള്ള ആളെ നമ്മൾ ബ്രാഞ്ച് അഥവാ ശാഖയായിട്ട് തിരഞ്ഞെടുക്കണം. അപ്പൊ ഇവിടെയുള്ള ഒരു സാധ്യത ഞാൻ പറയാം. ഇത് മെയിൻ ചെയിനായിട്ട് നമുക്ക് എടുത്താൽ ഇത് നമ്മുടെ ബ്രാഞ്ച്. 1 2 3 4 5 6 കാർബൺ ആറ്റമാണ് ഈ മെയിൻ ചെയിനിൽ പോസിബിൾ ആയിട്ടുള്ളത്. ഇനി മറ്റൊരു സാധ്യത എന്താ? ഈ ഒരു സാധ്യത എൻ്റെ കുട്ടികളെ നോക്കിക്കേ. ഇതിനെ നമുക്ക് മെയിൻ ചെയിനായിട്ട് എടുക്കാം അല്ലെ. അങ്ങനെ ഒരു ചെയിൻ പോസിബിളാ. അപ്പൊ ഇത് നമ്മുടെ ബ്രാഞ്ച്. അപ്പൊ ഇവിടെ എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5 6 കാർബൺ. സോ ബേസിക്കലി ഇവിടെ എങ്ങനെ വന്നാലും 6 കാർബൺ ആറ്റമാണ് പോസിബിൾ ആയിട്ടുള്ളത് അല്ലെ. അപ്പൊ എങ്ങനെ വന്നാലും ഇവിടെ മെയിൻ ചെയിനിൽ, പ്രധാന ചെയിനിൽ 6 കാർബൺ ആറ്റമാണ്. അപ്പൊ കൂടുതൽ നമ്പർ കാർബൺ ആറ്റം ഉള്ളതെന്ന് പറയുമ്പോൾ ഇവിടെ മാക്സിമം 6 വരുള്ളൂ. സോ നമുക്ക് എന്ത് ചെയ്യാം? ഇതാ ഇവനെ തന്നെ നമ്മുടെ മെയിൻ ചെയിൻ ആയിട്ട് തിരഞ്ഞെടുക്കാം. ഇനി രണ്ടാമത്തെ ജോലി എന്ന് പറയുന്നത് പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ സ്ഥാനസംഖ്യ കൊടുക്കുക. എന്താ പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ സ്ഥാനസംഖ്യ എന്ന് പറഞ്ഞാൽ? എത്രാമത്തെ കാർബണിലാണ് ബ്രാഞ്ച് വന്നിട്ടുള്ളത്, എത്രാമത്തെ കാർബണിലാണ് ശാഖ വന്നിട്ടുള്ളത് എന്ന് നമ്മൾ നമ്പർ വെച്ച് കാണിക്കുന്നു. അതിനെയാണ് പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ സ്ഥാനസംഖ്യ എന്ന് പറയുന്നത്. അപ്പൊ പൊസിഷൻ നമ്പർ കൊടുക്കുമ്പോഴും ചെറിയ നമ്പറാണ്. പൊസിഷൻ നമ്പർ എന്ന് കേട്ടാൽ അപ്പൊ എൻ്റെ കുട്ടികളെ മനസ്സിലേക്ക് വരണം ചെറിയ നമ്പർ
ചെറിയ നമ്പറാണ് നമ്മൾ പൊസിഷൻ നമ്പർ ആയിട്ട് കൊടുക്കേണ്ടത്. അപ്പൊ ഞാൻ രണ്ട് സൈഡിൽ നിന്ന് നമ്പർ ചെയ്യട്ടോ. ഇടത്ത് നിന്ന് വലത്തേക്ക് നമ്പർ ചെയ്യുമ്പോൾ എൻ്റെ കുട്ടികൾ കാണുന്നുണ്ടോ? 5ാമത്തെ കാർബണിലാണ് നമ്മുടെ ബ്രാഞ്ച് വന്നിട്ടുള്ളത്. ഇനി നമുക്ക് തിരിച്ച് നമ്പർ ചെയ്യാം. 1 2 3 4 5 6. ഇങ്ങനെ വലത്തു നിന്ന് ഇടത്തേക്ക് ചെയ്യുമ്പോൾ എത്രാമത്തെ കാർബണിലാണ് ശാഖ വന്നിട്ടുള്ളത്? 2ാമത്തെ കാർബണിൽ. അപ്പൊ 2 പൊസിഷൻ നമ്പർ, 2 സ്ഥാനസംഖ്യ ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട് അല്ലെ. 5ഉം ഉണ്ട് 2ഉം ഉണ്ട്. ഇതിലേത് നമ്പറാണ് മിസ് തിരഞ്ഞെടുക്കേണ്ടത്? പൊസിഷൻ നമ്പർ എന്ന് കേട്ടാൽ ചെറിയ നമ്പറിനെ ഓർമ്മയെത്തണം. അപ്പൊ ചെറിയ നമ്പർ അതായത് 5 ആണോ 2 ആണോ? 2 ആണ് ചെറിയ സംഖ്യ അല്ലെ. അപ്പൊ 2 എന്ന് പറയുന്ന പൊസിഷൻ നമ്പറിനെയാണ് ഇവിടെ ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്, 5 അല്ല. അപ്പോൾ ആദ്യം നമ്മൾ മെയിൻ ചെയിനിനെ കണ്ടെത്തി, രണ്ടാമതായിട്ട് നമ്മൾ പൊസിഷൻ നമ്പർ പറഞ്ഞു അല്ലെ. അപ്പോ ഈ ഒരു ബ്രാഞ്ച് വരുന്ന കോമ്പൗണ്ടുകൾക്ക് പേര് കൊടുക്കാനായിട്ട് ഒരു ഓർഡർ ഉണ്ട്. ആ ഓർഡർ എങ്ങനെയാണെന്ന് മിസ് പറഞ്ഞു തരാം. ആദ്യം നമ്മൾ പൊസിഷൻ നമ്പർ പറയണം കേട്ടോ. പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ സ്ഥാനസംഖ്യ ചേർക്കണം. അടുത്തതായിട്ട് നമ്മുടെ IUPAC നോമൻക്ലേച്ചറിൽ എപ്പോഴൊക്കെ ഒരു നമ്പറും ലെറ്ററും ഒന്നിച്ച് വരുന്നു അവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഹൈഫൺ കൊടുക്കണം. ഒരിക്കലും ഒരു നമ്പറും ഒരു ലെറ്ററും അടുത്തടുത്തിരിക്കാൻ പാടില്ല. അവരെ തമ്മിൽ സെപ്പറേറ്റ് ചെയ്യാൻ ഒരു ഹൈഫൺ ഉപയോഗിക്കണം. അപ്പൊ സ്ഥാനസംഖ്യ കഴിഞ്ഞാൽ നമ്മൾ ഹൈഫൺ ചേർത്ത് കൊടുക്കണം. ഇനി അത് കഴിഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ബ്രാഞ്ച് അഥവാ ശാഖ ഏതാണോ ആ ശാഖയുടെ പേര് എഴുതാം. ഇനി നമ്മുടെ കയ്യിൽ തന്നിട്ടുള്ള കാർബൺ ആറ്റത്തിനെ എണ്ണണം. കാർബൺ ആറ്റത്തിനെ എണ്ണിക്കഴിയുമ്പോൾ നമുക്ക് വേർഡ് റൂട്ട് അഥവാ പദമൂലം കിട്ടും. ഓക്കെ, ഒരു കാർബൺ ഉണ്ടെങ്കിൽ മെത്ത്, 2 ആണെങ്കിൽ എത്ത്, 3 ആണെങ്കിൽ പ്രൊപ്പ്, അങ്ങനെ നമുക്ക് പദമൂലം കിട്ടും. ഇനി അടുത്തതായിട്ട് നമ്മൾ സഫിക്സ് ചേർക്കുക. സഫിക്സ് അഥവാ പിൻപ്രത്യയം. എങ്ങനെയാ സഫിക്സ് വരിക അല്ലെങ്കിൽ എങ്ങനെയാണ് പിൻപ്രത്യയം വരിക? അതായത് ആൽക്കെയിൻ ആണെങ്കിൽ എയിൻ എന്ന് ചേർക്കുക, ആൽക്കീൻ ആണെങ്കിൽ ഈൻ എന്ന് ചേർക്കുക, ആൽക്കൈൻ ആണെങ്കിൽ വൈ എൻ. നിങ്ങൾക്ക് ആൽക്കൈൻസിനെ മാത്രമേ പഠിക്കാനുള്ളൂ, അപ്പൊ അത് ഓർത്ത് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പൊ ഈ ഓർഡർ അനുസരിച്ച് നേരത്തെ തന്ന കോമ്പൗണ്ടിന്റെ പേരെന്ന് നമുക്ക് എഴുതി നോക്കിയാലോ. ആദ്യം നമ്മൾ പറയേണ്ടത് പൊസിഷൻ നമ്പർ ആണ് അല്ലെ. ഇവിടെ എത്രയോ പൊസിഷൻ നമ്പർ? പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് ഇവിടെ 2, ഹൈഫൺ ഇടണം അല്ലെ. ഇനി ബ്രാഞ്ചിന്റെ പേര് പറയാ. ഏതാ ഇവിടെ ബ്രാഞ്ച്? ഇവിടുത്തെ ബ്രാഞ്ച് എന്ന് പറയുന്നത് CH3 ഗ്രൂപ്പ് ആണ്. അപ്പൊ ബ്രാഞ്ചിന്റെ പേര് വരുന്നത് മീഥൈൽ എന്ന് വരും അല്ലെ. 2 മീഥൈൽ. ഇനി നമുക്ക് പറയേണ്ടത് എന്താ മക്കളെ? വേർഡ് റൂട്ട് അഥവാ പദമൂലമാണ്. ഇവിടെ 6 കാർബൺ ആറ്റം ഉണ്ട്. അപ്പൊ വേർഡ് റൂട്ട് എങ്ങനെയാ വരിക? മെത്ത്, എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്, ഹെക്സ്. 3 മീഥൈൽ ഹെക്സ്. ഇനി ഇത് ആൽക്കെയിൻ ആണോ ആൽക്കീൻ ആണോ ആൽക്കൈൻ ആണോ? കാർബൺ ആറ്റങ്ങൾക്കിടയിൽ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കൈൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ ആൽക്കീൻ, ട്രിപ്പിൾ ബോണ്ട് ഉണ്ടെങ്കിൽ ആൽക്കൈൻ. ഇവിടെ സിംഗിൾ ബോണ്ട് മാത്രമല്ലേ കാണുന്നുള്ളൂ. സോ ദിസ് ഈസ് ആൻ ആൽക്കെയിൻ അല്ലെ. ഇതൊരു ആൽക്കെയിൻ ആണ്. അപ്പൊ ആൽക്കെയിന്റെ പേരിന്റെ അവസാനം എന്താ ചേർക്കേണ്ടത്? എയിൻ എന്ന് ചേർക്കാം. അപ്പോൾ ഇവിടെ തന്നിട്ടുള്ള സംയുക്തത്തിന്റെ പേരാണ് 2 മീഥൈൽ ഹെക്സെയ്ൻ എന്ന് പറയുന്നത്. ഈ ഒരു ഓർഡർ മനസ്സിലാക്കി വെച്ചാൽ വളരെ സിമ്പിൾ ആയിട്ട് തന്നെ നമുക്ക് കോമ്പൗണ്ടുകൾക്ക് പേര് കൊടുക്കാനായിട്ട് സാധിക്കും കേട്ടോ. അപ്പൊ അടുത്ത കോമ്പൗണ്ടിന് നമ്മൾ പേര് കൊടുക്കാനായിട്ട് പോവാണ്. അടുത്ത കോമ്പൗണ്ടിനെ മിസ് ഇവിടെ എഴുതി തരാം. ദാ പിടിച്ചോളൂ, ദാ പിടിച്ചോളൂ. CH3 CH CH3 CH3. എങ്ങനെയാ പേര് കൊടുക്കുക? ആദ്യം നമ്മൾ മെയിൻ ചെയിനിനെ കണ്ടെത്തണം. ഇതാണ് നമ്മുടെ ഒന്നാമത്തെ റൂള്. മെയിൻ ചെയിൻ അഥവാ പ്രധാന ചെയിൻ എന്ന് പറഞ്ഞാൽ ആരാ? കൂടുതൽ നമ്പർ കാർബൺ ആറ്റമുള്ള ആള് അല്ലെ. അപ്പൊ ഇവിടെ ഏതൊക്കെ സാധ്യതകൾ ഉണ്ട് എന്ന് നമുക്ക് നോക്കാം. ഇതൊരു ചെയിൻ ആയാൽ ഇത് ബ്രാഞ്ച് ആയി. 1 2 3 കാർബൺ. ഇനി ഏതാ പോസിബിലിറ്റി? ഇതൊരു ബ്രാഞ്ച് മെയിൻ ചെയിൻ ആയാൽ ഇത് ശാഖയായി. അവിടെയും 1 2 3. സോ എങ്ങനെ എടുത്താലും ഇവിടുത്തെ മെയിൻ ചെയിനിൽ 3 കാർബൺ ആറ്റമാണ് വരിക. ഇനി രണ്ടാമത് എന്താ ചെയ്യേണ്ടത്? പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ സ്ഥാനസംഖ്യ കൊടുക്കണം. 1 2 3. ഈ 1 2 3 ഇടത്ത് നിന്ന് വലത്ത് ചെയ്താലും വലത്ത് നിന്ന് ഇടത്ത് ചെയ്താലും നമ്മുടെ പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ സ്ഥാനസംഖ്യ എത്രയാ? 2 ആണ്. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇനി ഈസി ആയിട്ട് നമുക്ക് പേര് കൊടുക്കാം അല്ലെ. ആദ്യം നമ്മൾ പൊസിഷൻ നമ്പർ പറയണം, ഹൈഫൺ ഇട്ടു. ഇവിടുത്തെ ബ്രാഞ്ച് ചെയ്താ CH3 ഗ്രൂപ്പ് ആണ്. CH3 ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ എന്താ പേര്? മീഥൈൽ എന്നാണ് പേര് അല്ലെ. 2 മീഥൈൽ. ഇനി 3 കാർബൺ ആറ്റം ഉണ്ട്. വേർഡ് റൂട്ട് പ്രൊപ്പാണ്. സിംഗിൾ ബോണ്ട് മാത്രമേ ഉള്ളൂ. അപ്പൊ ആൽക്കെയിൻ ആണ്. പേരിന്റെ അവസാനം ANE ചേർക്കാം. 2 മീഥൈൽ പ്രൊപ്പെയിൻ ആണ് ഈ തന്നിട്ടുള്ള കോമ്പൗണ്ട് എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു കോമ്പൗണ്ട് ചെയ്യാം. CH3 CH2 CH CH3 CH2 CH2 CH2
CH3 വലിയ ആളാണ് അല്ലെ. ശരി, അപ്പൊ ആദ്യത്തെ ഡ്യൂട്ടി എന്താ? ഫസ്റ്റ് ജോബ് എന്ന് പറയുന്നത് മെയിൻ ചെയിനിനെ കണ്ടെത്തുക. ഇവിടെ ഏതൊക്കെ സാധ്യതകളാണുള്ളത്? ഞാൻ നോക്കുമ്പോൾ ഇത് ഒരു പോസിബിലിറ്റി ആയിട്ട് ഞാൻ കണ്ടു. അപ്പൊ ഇതെന്റെ ബ്രാഞ്ച് ആണ് അല്ലെ. ഇതെന്റെ മെയിൻ ചെയിൻ ആണെങ്കിൽ ഇതെന്റെ ബ്രാഞ്ച് ആണ്. മെയിൻ ചെയിനിൽ ഇവിടെ എത്ര കാർബണാ? 1 2 3 4 കാർബൺ വരെ സാധ്യമാണ്. ഓക്കെ, ഇനി ഇതിൽ കൂടുതൽ കാർബൺ ആറ്റം വരുന്ന മെയിൻ ചെയിൻ ഏതെങ്കിലും ഉണ്ടോ എന്ന് നമുക്കൊന്ന് നോക്കാം. ഇനി അടുത്തൊരു പോസിബിലിറ്റി ഞാൻ കാണുന്നത് ഇത് അല്ലെ, ഈ നേരെ കിടക്കുന്നത് ഒരു സാധ്യതയാണ്. 1 2 3 4 5 6 7 കാർബൺ ആറ്റം. അപ്പൊ നിങ്ങൾ പറ, അപ്പോ ഇവിടെ 7 ഉണ്ട്. അപ്പൊ ആദ്യം എടുത്തതാണോ രണ്ടാമത് എടുത്തതാണോ മെയിൻ ചെയിൻ ആവാനുള്ള സാധ്യത? കൂടുതൽ നമ്പർ കാർബൺ ആറ്റം വരുന്നതാണ് നമ്മുടെ മെയിൻ ചെയിൻ അല്ലെങ്കിൽ പ്രധാന ചെയിൻ എന്ന് പറയുന്നത്. അപ്പൊ എന്തായാലും രണ്ടാമതെടുത്ത ആളായിരിക്കും നമ്മുടെ മെയിൻ ചെയിൻ. നമുക്കൊരു മറ്റൊരു സാധ്യത കൂടി ഇവിടെ ഉണ്ട് അല്ലെ. ഇതൊരു സാധ്യതയാണ്. അവിടെ എത്ര കാർബൺ ആറ്റമാ? 1 2 3 4 5 6 6 കാർബൺ ആറ്റം ഉള്ളൂ. അപ്പൊ ഇത് നമ്മുടെ മെയിൻ ചെയിൻ ആവോ? നമ്മൾ എന്താ പഠിച്ചേ? കൂടുതൽ നമ്പർ കാർബൺ ആറ്റം ഉള്ളതാണ് മെയിൻ ചെയിൻ. അപ്പൊ ഇതൊരിക്കലും നമ്മുടെ മെയിൻ ചെയിൻ ആവില്ല. ബിക്കോസ് 7 കാർബൺ ആറ്റമുള്ള മെയിൻ ചെയിനിനെ നമ്മൾ ഓൾറെഡി കണ്ടെത്തി കഴിഞ്ഞിട്ടുണ്ട്. മെയിൻ ചെയിനിനെ കിട്ടിയാൽ രണ്ടാമത്തെ ജോലി എന്താ? അടുത്തതായിട്ട് നമ്മൾ ചെയ്യാൻ പോകുന്നത് പൊസിഷൻ നമ്പർ അല്ലെങ്കിൽ സ്ഥാനസംഖ്യ കൊടുക്കുക. ഇടത്തു നിന്ന് വലത്തേക്ക് നമ്പർ കൊടുക്കാം. 1 2 3 4 5 6 7. ഇടത്തു നിന്ന് വലത്തേക്ക് കൊടുക്കുമ്പോൾ മൂന്നാമത്തെ കാർബണിലാണ് നമ്മുടെ ബ്രാഞ്ച് ഉള്ളത്. ഇനി തിരിച്ചു ചെയ്താലോ? 1 2 3 4 5 6 7. വലത്ത് നിന്ന് ഇടത്തേക്ക് ചെയ്യുമ്പോൾ അഞ്ചാമത്തെ കാർബണിൽ. ഇതിൽ ഏതാണ് ഞാൻ തിരഞ്ഞെടുക്കേണ്ടത്? പൊസിഷൻ നമ്പർ, സ്ഥാനസംഖ്യ എന്ന് കേട്ടാൽ ചെറിയ നമ്പർ എന്ന് നമ്മുടെ മനസ്സിൽ ഓർമ്മയെത്തണം. 3ഉം 5ഉം എടുത്താൽ ചെറിയ നമ്പർ ഏതാ? ചെറിയ നമ്പർ എന്ന് പറയുന്നത് 5 ആണ്. സോ നമുക്കിവിടെ വേണ്ടത് 5 എന്ന് പറയുന്ന 3, ചെറിയ നമ്പർ 3 ആണ്. 3 ആണ് അല്ലെ. സോ 3 ആണ് വേണ്ടത്. അപ്പൊ നമുക്കിനി പേര് കൊടുത്തൂടെ? ആദ്യം പൊസിഷൻ നമ്പർ പറയാ, ഹൈഫൺ ഇടാം. ബ്രാഞ്ചിന്റെ പേരെഴുതാം. CH3 ഗ്രൂപ്പ് ആണ്, അതായത് മീഥൈൽ ഗ്രൂപ്പ് ആണ്. 7 കാർബൺ ആറ്റം ഉണ്ട്. വേർഡ് റൂട്ട് എത്രയാ വരിക? മെത്ത്, എത്ത്, പ്രൊപ്പോ, ബ്യൂട്ട, പെന്റ്, ഹെക്സ്, ഹെപ്റ്റ് അല്ലെ. ആൽക്കെയിൻ ആയതുകൊണ്ട് പേരിന്റെ അവസാനം ANE ചേർക്കാം. 3 മീഥൈൽ ഹെപ്റ്റൈൻ ആയിരിക്കും കോമ്പൗണ്ടിന്റെ പേര്. ഇനി ഇതേപോലെ ഉണ്ട് കേട്ടോ, വേറൊരാളുകൂടി ഉണ്ട്. ഒരേ സമയം 2 ബ്രാഞ്ച് വരുന്നതുണ്ട്. എങ്ങനെ അവർക്ക് പേര് കൊടുക്കുക? മക്കളെ, ഒരേ ബ്രാഞ്ച് തന്നെ 2 തവണ ആവർത്തിച്ചു വന്നാൽ, ഒരേ ശാഖ തന്നെ ഒന്നിലധികം തവണ ആവർത്തിച്ചു വന്നാൽ കുറച്ച് പ്രിഫിക്സുകൾ, കുറച്ച് മുൻ പ്രത്യയങ്ങൾ നമ്മൾ ചേർക്കും. ഓക്കെ, പിൻപ്രത്യയല്ല, ബാക്കിലല്ല, മുന്നിലായിട്ട് മുൻപ്രത്യയം ചേർക്കും. എന്താണ് മുൻപ്രത്യയം എന്ന് പറയുന്നത്? ഒരേ ആള് തന്നെ. ഇവിടെ നോക്കിക്കേ, ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് തന്നെ 2 തവണ വന്നിട്ടുണ്ട് അല്ലെ. സോ ഒരേ ആള് തന്നെ 2 തവണ വന്നാൽ നമ്മൾ ഡൈ എന്ന് ചേർക്കും. അപ്പൊ വെറും മീഥൈൽ അല്ല, ഡൈ മീഥൈൽ എന്ന് വിളിക്കും. ഒരേ ആള് 3 തവണ വന്നാൽ ട്രൈ എന്ന് ചേർക്കണം. ഓക്കെ, മലയാളത്തിലും ഇങ്ങനെ തന്നെയാണ്, ഡൈ ട്രൈ. 4 തവണ വന്നാൽ നമ്മൾ ചേർക്കുന്ന പ്രിഫിക്സ് ആണ് ടെട്രാ. എന്താ ചേർക്ക? ടെട്രാ എന്ന് ചേർക്കും. ഇത് ഓർമ്മ വെക്കണം കേട്ടോ. അപ്പൊ ഒരേ ആള് തന്നെ 2 തവണ വന്നാൽ പേരിന് മുമ്പായിട്ട് ഡൈ, 3 തവണ വന്നാൽ ട്രൈ, 4 തവണ വന്നാൽ ടെട്രാ, ഇങ്ങനെയുള്ള മുൻ പ്രത്യയങ്ങൾ അഥവാ പ്രിഫിക്സുകൾ ചേർക്കണം. അപ്പൊ നമുക്കൊന്ന് പേര് കൊടുക്കാം. അപ്പോ ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഓക്കെ, മെയിൻ ചെയിൻ കിട്ടി. അപ്പൊ നമുക്കിനി പൊസിഷൻ നമ്പർ കൊടുക്കാം. 1 2 3 4 5 6. ഇടത്ത് നിന്ന് വലത്തേക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ കാർബൺ ആറ്റത്തിലാണ് നമ്മുടെ ബ്രാഞ്ചുകൾ ഉള്ളത്? രണ്ടാമത്തെ കാർബണിലും 4ാമത്തെ കാർബണിലും ബ്രാഞ്ചുകൾ ഉണ്ട്. അപ്പൊ 2 പൊസിഷൻ നമ്പർ ഉണ്ട്, അത് രണ്ടും കോമയിട്ട് എഴുതണം, മറക്കരുത്. ഇനി തിരിച്ച് ചെയ്യാം. തിരിച്ച് ചെയ്യുമ്പോൾ ഏതൊക്കെയാ വരിക നോക്കിക്കേ എന്റെ കുഞ്ഞുങ്ങള്. 1 2 3 4 5 6. വലത്ത് നിന്ന് ഇടത്തേക്ക് ചെയ്യുമ്പോൾ 3ാമത്തെ കാർബണിലും 5ാമത്തെ കാർബണിലും. ഇതിൽ ഏതാ ചെറിയ നമ്പറാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് അല്ലെ. ഏതാ ചെറിയ നമ്പർ? ആ 2 നമ്പറുകളെയും തമ്മിൽ നമ്മളൊന്ന് കമ്പയർ ചെയ്യാം. 2ഉം 3ഉം കമ്പയർ ചെയ്താൽ ഏതാടാ ചെറിയ നമ്പർ? 2. 4ഉം 5ഉം കമ്പയർ ചെയ്താൽ ഏതാ ചെറിയ നമ്പർ? 4. സോ കിട്ടിയില്ലേ ഏതായിരിക്കും ചെറിയ സംഖ്യ? ചെറിയ പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് 2ഉം 4ഉം ആയിരിക്കും. അപ്പൊ അടുത്തത് ഞാൻ മായ്ച്ചു കളയുന്നുണ്ട്. ഓക്കെ, അപ്പൊ പൊസിഷൻ നമ്പർ കിട്ടി. ബാക്കി റൂളൊക്കെ സെയിം ആണ്. ആദ്യം പൊസിഷൻ നമ്പർ പറയാം.
2,4 ഹൈഫൺ ഇട്ടു. ഇനി മീഥൈൽ ഗ്രൂപ്പ് ഇവിടെ 2 തവണ ആവർത്തിച്ചു വന്നു അല്ലെ. ഒരേ ആള് 2 തവണ ആവർത്തിച്ചു വന്നാൽ എന്ത് ചേർക്കണമെന്നാ മിസ് പഠിപ്പിച്ചത്? ഒരേ ആള് തന്നെ 2 തവണ ആവർത്തിച്ചു വന്നാൽ നമ്മൾ പേരിന് മുമ്പായിട്ട് ഡൈ എന്ന് ചേർക്കണം. അപ്പൊ വെറും മീഥൈൽ അല്ല, ഡൈമീഥൈൽ എന്ന് ചേർക്കാം. 2,4 ഡൈമീഥൈൽ. ഇനി 6 കാർബൺ ആറ്റം ഉണ്ട്. വേർഡ് റൂട്ട് എന്താ വരിക? ഹെക്സ് എന്ന് വരും. ആൽക്കെയിൻ ആയതുകൊണ്ട് ഏൻ എന്ന് ചേർക്കാം. 2,4 ഡൈമീഥൈൽ ഹെക്സെയിൻ ആണ് ഈ കോമ്പൗണ്ടിന്റെ പേരെന്ന് പറയുന്നത്. സിമ്പിൾ. അടുത്തൊരു കോമ്പൗണ്ടിന് തരാമേ. ഇവന്റെ പേര് ചെയ്തേ. അപ്പൊ ആദ്യം നമുക്ക് മെയിൻ ചെയിനിനെ കണ്ടെത്താം. കൂടുതൽ നമ്പർ കാർബൺ ആറ്റമുള്ള, സമയം കളയുന്നില്ല, ഇതാണ് നമ്മുടെ മെയിൻ ചെയിൻ. ഓക്കെ. അപ്പൊ ഇനി എന്ത് ചെയ്യാ? പൊസിഷൻ നമ്പർ കൊടുക്കുക. ഇടത്ത് നിന്ന് വലത്തേക്കും വലത്തു നിന്ന് ഇടത്തേക്ക് 2 സൈഡിൽ നിന്ന് നമ്പർ കൊടുത്ത് നോക്കണം കേട്ടോ. എന്നിട്ടാണ് ചെറിയ നമ്പർ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. 1, 2, 3, 4, 5, 6, 7. ഇടത്ത് നിന്ന് വലത്തേക്ക് ചെയ്യുമ്പോൾ ഏതൊക്കെ കാർബണിലാ? 2ാമത്തെ കാർബണിലും 5ാമത്തെ കാർബണിലുമാണ് നമ്മുടെ ബ്രാഞ്ചുകൾ ഉള്ളത്. ഇനി നമുക്ക് തിരിച്ച് ചെയ്താലോ? 1, 2, 3, 4, 5, 6, 7. തിരിച്ച് ചെയ്താൽ 3ാമത്തെ കാർബണിലും 6ാമത്തെ കാർബണിലുമാണ് നമ്മുടെ ബ്രാഞ്ചുകൾ ഉള്ളത്. ഇതിൽ ഏതൊക്കെയാണ് മക്കളെ പൊസിഷൻ നമ്പർ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത്? ചെറിയ നമ്പറാണ് നമ്മൾ പൊസിഷൻ നമ്പർ ആയിട്ട് തിരഞ്ഞെടുക്കേണ്ടത് അല്ലെ. അപ്പൊ ആ ചെറിയ നമ്പർ ഏതാ? 2ഉം 5ഉം ആണോ 3ഉം 6ഉം ആണോ? 2ഉം 5ഉം ആണ് അല്ലെ. അപ്പൊ ബാക്കിയുള്ളത് മിസ് അങ്ങ് മായ്ച്ചെളിഞ്ഞൊക്കെ, ഡൗട്ട് വേണ്ട. അപ്പൊ പൊസിഷൻ നമ്പർ കിട്ടി 2, 5. ഇനി പേരെഴുതി കൂടെ. ആദ്യം പൊസിഷൻ നമ്പർ പറയുന്നു, ഹൈഫൺ ഇട്ടു. ഇനി ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് 2 തവണ ആവർത്തിച്ചു വന്നു. ഒരു മീഥൈലും ഒരു ഈഥൈലും ആണെങ്കിൽ നമ്മൾ ഡൈ എന്ന് പറയേണ്ട ആവശ്യമില്ല. ഒരേ ആള് തന്നെ 2 തവണ വന്നാലാണ് കേട്ടോ ഡൈ എന്ന് പറയാ. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ അതുകൊണ്ട് നമ്മൾ ഡൈ മീഥൈൽ എന്ന് പറയുന്നു. 7 കാർബൺ ആറ്റം ഉണ്ട്. അപ്പോൾ ഹെപ്റ്റെയിൻ ആയിരിക്കും. 2,5 ഡൈമീഥൈൽ ഹെപ്റ്റെയിൻ. സിമ്പിൾ അല്ലേ? കിട്ടുന്നുണ്ടോ? റെഡിയാണോ? അടുത്ത ചോദ്യം നോക്കിക്കോ. അടുത്ത ചോദ്യം ഇവനെ നോക്കിക്കേ. ഇവനെ ചെയ്യണോ? ഞാൻ പിന്നെ എന്താന്ന് വെച്ചാൽ കുറച്ചും കൂടെ കട്ടിയുള്ള ആളെ ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു. ഇവനെ ചെയ്യാം. പിടിച്ചോ. 1, 2, 3, 4, 5, 6. 2ലും 5ലുമാണ്. 2, 5. തിരിച്ച് ചെയ്യാം. 1, 2, 3, 4, 5, 6. തിരിച്ച് ചെയ്താലും 2ലും 5ലും തന്നെയാണുള്ളത് അല്ലെ. സോ ഏത് രീതിയിൽ കണ്ടോ, 2 സൈഡിൽ നിന്ന് ചെയ്താലും പൊസിഷൻ നമ്പർ സെയിം ആണ്. 2, 5 ആണ്. പേരെങ്ങനെയാ വരിക? 2,5 ഡൈമീഥൈൽ. 6 കാർബൺ ആറ്റം ഉണ്ട്. ഹെക്സെയിൻ. ഇനി അടുത്തൊരാള് മിസ് തരാമേ. CH3 CH CH3 CH CH3 CH CH3 CH3. ഇത് കണ്ടാൽ തന്നെ അറിയാം 3 ബ്രാഞ്ചുകൾ ഉണ്ട് അല്ലെ. ഇവനെങ്ങനെയാ പേര് കൊടുക്കുക? പൊസിഷൻ നമ്പർ കൊടുക്കുക തന്നെ. 1, 2, 3, 4, 5 അല്ലെ. 2ലും 3ലും 4ലുമാണ് ബ്രാഞ്ചുകൾ ഉള്ളത്. ഇടത്ത് നിന്ന് വലത്തേക്ക് ചെയ്യുമ്പോൾ. തിരിച്ചു ചെയ്താലോ? 1, 2, 3, 4, 5. തിരിച്ചു ചെയ്താലും 2ലും 3ലും 4ലും തന്നെയാണ്. സോ ഏത് ഡയറക്ഷനിൽ നിന്ന് ചെയ്താലും പൊസിഷൻ നമ്പർ സെയിം ആണ്. 2, 3, 4. അപ്പൊ നമുക്ക് പേര് കൊടുക്കാം 2, 3, 4. ഇവിടെ ഒരേ ബ്രാഞ്ച് തന്നെ 3 തവണ ആവർത്തിച്ചു. അപ്പൊ നമ്മൾ ഡൈ ആണോ ചേർക്കേണ്ടത്? അല്ല. 2 തവണ വന്നാൽ ഡൈ, 3 തവണ വന്നാൽ എന്താ ചേർക്ക? ട്രൈ എന്ന് ചേർക്കണം. ഇവിടെ മീഥൈൽ ഗ്രൂപ്പ് 3 തവണ ആവർത്തിച്ചു വന്നു. സോ വെറും മീഥൈൽ അല്ല, നമ്മൾ ഇവനെ ട്രൈമീഥൈൽ എന്ന് വിളിക്കണം അല്ലെ. 3 തവണ വന്നതുകൊണ്ട് ട്രൈ എന്ന് ചേർത്തു. 5 കാർബൺ ആറ്റം ഉണ്ട്. പെൻഡെയിൻ. 2, 3, 4 ട്രൈമീഥൈൽ പെൻഡെയിൻ ആണ് ഈ കോമ്പൗണ്ട് എന്ന് പറയുന്നത്. കിട്ടിയോ? സെറ്റാണോ? ഇനി മറ്റൊരാള് ഞാൻ പറയട്ടെ. ഇനി മറ്റൊരു കോമ്പൗണ്ടിനെ മിസ് തരാമേ. CH3 CH CH3 CH3 CH3. ഈ കോമ്പൗണ്ടിന്റെ പ്രത്യേകത എന്താ? ഇത് കണ്ടാൽ തന്നെ മനസ്സിലാകും. ഈ 2ാമത്തെ കാർബൺ ആറ്റത്തിൽ ഒരേ കാർബൺ ആറ്റത്തിലാണ് 2 ബ്രാഞ്ചുകൾ വന്നിട്ടുള്ളത്. അപ്പൊ അവൻ എങ്ങനെയാ പേര് കൊടുക്കുക? സെയിം തന്നെയാണ്. ആദ്യം പൊസിഷൻ നമ്പർ കൊടുക്കാം. 1, 2, 3. 2ാമത്തെ കാർബണിൽ 2 തവണ ബ്രാഞ്ച് വന്നിട്ടുണ്ട് അല്ലെ. അപ്പൊ ഞാൻ എഴുതുന്നു 2, 2. എന്താ കാരണം?
ഒരു തവണ എഴുതിയാൽ പോരാ, എത്ര തവണ ആവർത്തിച്ച് വന്നിട്ടുണ്ടോ അത്രയും തവണ പൊസിഷൻ നമ്പർ സ്ഥാനസംഖ്യയെ നമ്മൾ ആവർത്തിക്കണം, റിപ്പീറ്റ് ചെയ്യണം. ഒരേ കാർബണിൽ 2 തവണ വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ 2 തവണയും പൊസിഷൻ നമ്പർ പറയണം. ഇവിടെ രണ്ടാമത്തെ കാർബണിൽ 2 തവണ ബ്രാഞ്ച് വന്നിട്ടുണ്ട്. സോ 2,2 ആയിരിക്കും പൊസിഷൻ നമ്പർ. തിരിച്ചു ചെയ്താലും അങ്ങനെ തന്നെയല്ലേ, രണ്ടാമത്തെ കാർബണിൽ 2 മീഥൈൽ ഗ്രൂപ്പ്. സോ എങ്ങനെ ചെയ്താലും പൊസിഷൻ നമ്പർ എന്ന് പറയുന്നത് 2,2 തന്നെ ആയിരിക്കും. ഓക്കെ, യെസ്. അപ്പൊ ഇനി നമുക്ക് പേര് കൊടുക്കാം. 2,2 2 തവണ മീഥൈൽ ഗ്രൂപ്പ് വന്നു. ഡൈമീഥൈൽ 3 കാർബൺ ആറ്റമാണ് പ്രൊപ്പേൻ. 2,2 ഡൈമീഥൈൽ പ്രൊപ്പേൻ. ഈസി. അപ്പൊ ഇത്രയേ ഉള്ളൂ നമ്മുടെ നോമൻക്ലേച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് ആൻസർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഒരു കോമ്പൗണ്ടിനെ തരികയാണ്. അപ്പൊ ഈ കോമ്പൗണ്ടിന്റെ പേരെന്തായിരിക്കും എന്നുള്ളത് എൻ്റെ കുഞ്ഞുങ്ങളെല്ലാവരും താഴത്തെ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. ഐ ഹോപ്പ്. അപ്പോൾ ഒരു ബ്രാഞ്ച് 2 ബ്രാഞ്ച് നോമൻക്ലേച്ചർ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. നെക്സ്റ്റ് വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തോ. നെക്സ്റ്റ് വീഡിയോയിൽ നമ്മൾ ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്ക്, എല്ലാ ഫങ്ഷണൽ ഗ്രൂപ്പുകൾക്കും എങ്ങനെയാണ് പേര് കൊടുക്കുന്നത് എന്ന് പഠിക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ അസ്ട്ര ബാച്ചിൽ ഓൾറെഡി ഈ ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞു. ഇപ്പം നമ്മുടെ അടുത്ത അസ്ട്ര ബാച്ച് അസ്ട്ര 2.0 ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യും. അപ്പം നിങ്ങൾക്ക് ഡേറ്റ് ഒക്കെ പറഞ്ഞു തരാം. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹമുള്ളവർ വേഗം തന്നെ അസ്ട്രയിലേക്ക് ജോയിൻ ചെയ്തോളൂ കേട്ടോ. താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. അപ്പോൾ വേഗം തന്നെ ജോയിൻ ചെയ്തോളൂ. പിന്നെ ഇതിൻ്റെ ഉത്തരം കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങളുടെ എല്ലാ ഫ്രണ്ട്സിനും വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാവരോടും ഇത് കാണാൻ പറയുക. നോമൻക്ലേച്ചർ ഡിഫിക്കൽട്ട് ആയിട്ടുള്ള എല്ലാവർക്കും ഇത് അയച്ചു കൊടുത്തിട്ട് നിർബന്ധമായിട്ട് കാണാൻ പറയുക. അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും കാണാം. ദിസ് ഇസ് മീ, നിങ്ങളുടെ സ്വന്തം മിഥില മിസ് സൈനിങ് ഓഫ്. ഉത്തരം ചെയ്യാൻ മറക്കണ്ട.